ഹായ് ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ള നമ്മുടെ ഹാർബറിലാണ്, താനൂർ ഹാർബറിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. നല്ല സീസണായിട്ടുള്ള പണി നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്നത് തന്നെ നൈറ്റിലാണ്. രാത്രി ഒരുപാട് വൈകി വരുന്നത്, അതുപോലെ തന്നെ രാവിലെ വെളുപ്പിനെ നമ്മൾ പോകുന്നതുകൊണ്ടാണ് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്. മച്ചാമാരെ, നമ്മുടെ ഹാർബറിൽ നമ്മുടെ ജോലിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ളത് സൂതച്ചാകരയാണ് മച്ചാമാരെ. നല്ല അടിപൊളി സൈസ് സൂത, ഏകദേശം 1 kg 1.5 kg 3/4 kg ഒക്കെ വരുന്ന നല്ല അടിപൊളി സൂതയുടെ വിലയാണെങ്കിലോ വളരെ കുറവാണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർബറിൽ പോയിട്ടുള്ളത്. നമ്മൾ ഹാർബറിൽ ഇന്ന് രാത്രി വരെ വിറ്റ സൂതയ്ക്ക് ഏകദേശം 700 രൂപ വരെ നെറ്റിന് പോയിട്ടുണ്ട്. 45 kg മീനിന് 700 രൂപ ആ കണക്കിന് നമ്മുടെ ഹാർബറിൽ പോയിട്ടുണ്ട് വെച്ചാൽ അത്രയധികം സൂത പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഞ്ചിയിലാണ് മറിച്ച് വന്നിട്ടുള്ളത്. കൗക്കബ് എന്ന് പറഞ്ഞ വഞ്ചിയാണ് ഇന്ന് നമ്മുടെ ഹാർബറിൽ ആദ്യമായിട്ട് വഞ്ചി മറിച്ചുകൊണ്ടാന്നുള്ള കൗക്കബ് എന്ന് പറഞ്ഞ വഞ്ചിയാണ്. അതുപോലെ തന്നെ ഒരുപാട് വഞ്ചിക്കരിഞ്ഞ് വഞ്ചിയിലും അതുപോലെ തന്നെ കയറിയതൊക്കെ എടുത്തിട്ട് ഒരുപാട് സൂത ഇന്ന് നമ്മുടെ ഹാർബറിൽ സൂത കളിയാൻ മച്ചാമാരെ. അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളും താനൂർ ഹാർബറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മച്ചാമാരെ ഇത്രയധികം സൂത നമ്മുടെ ഹാർബറിൽ പിടിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും അധികം റേറ്റ് കുറവിൽ സൂത വിറ്റുപോയിട്ടുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കച്ചവടത്തിലാണ് മച്ചാമാരെ. അപ്പോൾ അത് മാത്രമല്ല, താനൂർ ഹാർബറിൽ വേറൊരു വിഷയം കൂടി നടന്നിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പം ലേലം വിളി കാണാൻ പോകുന്നു. മച്ചാമാരെ, ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കോരി വെച്ചിരിക്കുന്ന മീനുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ സങ്കടമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് മച്ചാമാരെ. നമ്മുടെ ഹാർബറിൽ ഇത്രയും കാലമായിട്ട് സൂത പിടിച്ചിട്ട് പൊടിക്കാൻ പോയിട്ടില്ല നമ്മുടെ ഹാർബറിൽ മീൻ. പക്ഷേ ഇന്ന് നമ്മുടെ ഹാർബറിൽ സൂത പൊടിക്കാൻ പോയി. അത്രയും നല്ല വിലയും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും വരുന്ന മീനാണ് സൂത മീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല റേറ്റിനും കാര്യത്തിനൊക്കെ പോകുന്ന മീനാണ്. ആ മീനാണ് ഏകദേശം 700 രൂപ 800 രൂപ നെറ്റിന്, ഏകദേശം 50 kg 49 kg ഒക്കെ മീൻ വരുന്ന ആ നെറ്റ് മീൻ ഏകദേശം പോയിട്ടുള്ളത് നമ്മുടെ ഹാർബറിൽ 700-800 രൂപക്കാണ്. ഈ കോരി വെച്ചിരിക്കുന്ന എല്ലാ മീൻ കുറച്ച് മോശമാണ്. ആ മോശമായതിൻ്റെ പേരിൽ തന്നെയാണ് പിടിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഐസ് കുറവായതിൻ്റെ പേരിലും നമ്മുടെ ഹാർബറിൽ നിന്ന് പിടിക്കാൻ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സൂത വരെ നമ്മുടെ ഹാർബറിൽ നിന്ന് പിടിക്കാൻ പോയിട്ട് വെച്ചാൽ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നൈറ്റിൽ വന്നിട്ടുള്ള മീനാണ് നമ്മുടെ ഹാർബറിൽ നൈറ്റിൽ വന്നിട്ടുള്ള. ഇന്ന് രാവിലെയാണ് നമ്മുടെ ഹാർബറിൽ കച്ചവടയും കാര്യങ്ങളൊക്കെ നടന്നത്. ആ മച്ചാമാരെ ഒരിക്കൽക്കാരെ മീൻ ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നീട്ടിവലക്കാർ നല്ല വലിയ മത്തിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു കഴിച്ചിട്ട് കൊട്ടയിലാക്കി വെക്കുന്നുണ്ട്. മത്തിക്ക് വലിയ മത്തിയൊക്കെ ഇപ്പോഴും നല്ല അടിപൊളി റേറ്റിലാണ് നമ്മുടെ ഹാർബറിൽ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ മച്ചാമാരെ ഒരിക്കൽ തോണിയിൽ നിന്ന് മീൻ ഇറക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അവരുടെ മീൻ ഏകദേശം നല്ല ഫ്രഷ് ആയിട്ട് ഐസ് വെച്ചുകൊണ്ടായത് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമ്മുടെ ഹാർബറിൽ കിട്ടിയിട്ടുണ്ട്. ആ മീൻ ഇറക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ തന്നെ മോശം മീനുകളുണ്ട്. മോശം മീനുകൾ അതിൻ്റെ റേറ്റിൽ, നല്ല മീനാക്കി നല്ല റേറ്റും അതുപോലെ തന്നെ മോശമായിട്ടുള്ള മീനുകൾ മോശം റേറ്റിനാണ് നമ്മൾ ഹാർബറിൽ വിൽക്കാറുള്ളത്. നല്ല അടിപൊളി സൂതാ മീനാണ്. ആ മീനാണ് ഇപ്പോൾ നമ്മൾ ഹാർബറിൽ ലേലം വിളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇത് 2 ദിവസം 3 ദിവസമൊക്കെ പണിക്ക് പോയിട്ട് ആ പണി കഴിഞ്ഞ് വന്ന് മീൻ ഇറക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ വിലക്കാരൻ മീനാണ് ഇറക്കുന്നത്. അതുപോലെ തന്നെ ഡബിളിന് 2 ദിവസം 3 ദിവസമൊക്കെ കടലിൽ പോയിട്ട് വരുന്ന ആളുകളുടെ മീനാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ മീൻ ഇറക്കുമ്പോൾ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മുടെ ഹാർബറിൽ സ്ക്രാച്ച് ആയിട്ടുള്ള മീൻ ഒരിക്കലും അവരെന്താക്കില്ല, വിൽക്കാൻ കൊണ്ടുപോയില്ല. അത് പൊടിക്കാൻ അതുപോലെ തന്നെ മറ്റ് കച്ചറിലേക്ക് തട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മച്ചാമാർ രാവിലെ തന്നെ നല്ല അടിപൊളി പളങ്കായിട്ടുള്ള മത്തി നമ്മൾ ഹാർബറിൽ പിടിച്ചിട്ടുണ്ട്. ആ മത്തി വരുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മച്ചാമാര മത്തി സീസൺ ആയതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ തന്നെ നമ്മുടെ ഹാർബറിൽ മത്തി വരാറുണ്ട്. മത്തിക്ക് ഏകദേശം നല്ല റേറ്റ് പോകുന്നത് രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാലാണ് നല്ല റേറ്റിന് പോകുന്നത്. കൊട്ടക്കാർ അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ആ മത്തിക്ക് നല്ല റേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഹാർബറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മൾ കാണിച്ചത്. അതുപോലെ തന്നെ ഇന്നാണ് നമ്മുടെ ഹാർബറിൽ ഏറ്റവും കൂടുതലായിട്ട് സൂത പൊടിക്കാൻ പോയത്. അത് ഭയങ്കര ഒരു വിഷയം തന്നെയാണ്. താനൂർ ഹാർബറിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീൻ പൊടിക്കാൻ പോകുന്നത്. സൂതാ മീൻ പൊടിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും സൂത 1 kg 100 രൂപയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ 3 kg 100 രൂപയ്ക്ക് സൂത, 2 kg അയില 100 രൂപയ്ക്ക്, അങ്ങനെ എണ്ണയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയ കച്ചവടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഹാർബറിൽ തന്നെ വില കുറച്ച് മീൻ വേണമെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ ഹാർബർ സ്പോട്ടിൽ വന്നാൽ മതി. മച്ചാൻ വരെ
എന്താ അങ്ങനെ ഇപ്പോൾ എങ്ങനെ 100 രൂപയ്ക്ക് 20 100 രൂപയ്ക്ക് 20 പീസ്. അപ്പോൾ മച്ചാന്മാരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല ചാകര, അതുപോലെ തന്നെ നല്ല കൗതുകമായിട്ട് നമ്മളെ ഹാർബറിലെ വിശേഷങ്ങളും കാര്യങ്ങളും കേരളത്തിലെല്ലാ ഒരുവിധ എല്ലാ ഹാർബറിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താറുണ്ട്. മീൻ വില കുറവുള്ള സ്പോട്ടും അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല അടിപൊളി ചാകരയും വന്നാൽ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. എങ്ങനെയാണ് മീൻ എന്തൊക്കെ റേറ്റിലാണ് പോകുന്നത് നമ്മളെ ചാനലിലൂടെ എപ്പോഴും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.